ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വന്നേക്കണത് കീർത്തനയുടെ അവിടേക്കാണ് വന്നേക്കണത്. അപ്പോൾ രാത്രി നമ്മൾ അവിടെ നിന്ന് കുളങ്ങാട്ടുകരയിൽ നിന്ന് ഇപ്പോൾ മുടവന്നൂർക്ക് വന്നേക്കാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുടവന്നൂരാണ്, പാലക്കാടാണ്. ചെറിയൊരു പാലക്കാടായിട്ട് വരും. അപ്പോൾ നമ്മളിന്ന് ഇവിടെ രാവിലെ തന്നെ പിള്ളേർക്ക് വെള്ളച്ചാട്ടം ഉണ്ട്. കാരണം മഴ പെയ്ത കാരണം വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. വെള്ളച്ചാട്ടമല്ല, ശരിക്കും ഒരു കോറിയാണ്. ആ കോറിയിലേക്ക് ഇങ്ങനെ വെള്ളം വന്ന് ചാടേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ തൊട്ടാണ് ഇവിടേക്ക് വരുന്നത്. ഇതേ ചേച്ചി, ഇതേ ആരാധ്യ അപ്പൂസൊക്കെ ഓടി വരുന്നുണ്ട് കേട്ടോ. ഒരു പാറമടയിലേക്കാണ് പോണത്. അച്ഛനും അമ്മയ്ക്കുണ്ട്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നേക്കണത്. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് വെള്ളത്തിൽ കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം. കാരണം വഴുക്കലേക്ക് എൻ്റെ പാറയാണ്. അപ്പോൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കാല് നനച്ച് അങ്ങനെ പോകാമെന്നാണ് വിചാരിച്ചത്. നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതെങ്ങനെയുണ്ട് സ്ഥലങ്ങളെന്നൊക്കെ. അടിപൊളി സ്ഥലമാണ്, നല്ല അടിപൊളി വൈബാണ്. നല്ല പാറമടയിൽ വെള്ളം കയറിയിട്ട് ആകെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം. ഇതേട്ടാ, ഇതാണ് ഇതേ ചാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് ചെറിയൊരു വെള്ളച്ചാട്ടം എന്ന് പറയാം. വെള്ളം നേരെ ഇത് കോറിയാണ്. അങ്ങോട്ട് പോകണ്ട കേട്ടാ, അങ്ങോട്ട് പോകണ്ട. വഴുക്കുന്ന ഏരിയ, അങ്ങോട്ട് പോകണ്ട, വഴുക്കുന്ന പറയുന്നത്. അതൊക്കെ അവിടെയൊക്കെ ഒരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വഴുക്കും വഴുക്കൂട്ടാ, ഇങ്ങോട്ട് ഇറങ്ങണ്ട. നമ്മളിപ്പോൾ അപ്പുറത്തെ ഭാഗത്തേക്ക് പോകണം കേട്ടോ. അപ്പുറത്തെ ഭാഗത്ത് 2 പാറമടകളുണ്ട്. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ വന്നേക്കണത് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ്. ആരാധ്യ അപ്പൂസും വാശി പിടിച്ചിട്ട് വന്ന സ്ഥലമാണ് കേട്ടോ നമ്മൾ. പിന്നെ മഴ പെയ്ത കാരണം ഇവിടെ നല്ല പോലെ വെള്ളം വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു വഴുക്കലുണ്ടാകും, നോക്കിയും കണ്ട് നടക്കണം, അല്ലെങ്കിൽ നിലത്തേക്ക് വീഴും. കാരണം പാറ കാരണം നമുക്ക് കുറച്ച് പേടിയുണ്ട് കേട്ടോ. കാരണം വഴുക്കലുണ്ടെങ്കിൽ തലയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ല സുഖമാണ്. അമ്മ ഇപ്പോൾ നടന്ന് വരുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് പെട്ടെന്ന് അങ്ങനെ നടക്കാൻ പറ്റില്ല. കാരണം കാല് ചെറുതായിട്ട് ഒടിഞ്ഞ കാരണം അമ്മയ്ക്ക് ചെറിയൊരു പേടിയുണ്ട്. വഴുക്കോ ഇല്ല എന്നൊക്കെ ഒന്ന് പേടിയുണ്ട്. അപ്പോൾ ചേച്ചിയും വരുന്നുണ്ട്, അതുപോലെ തന്നെ അച്ഛനും വരും കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ എന്തായാലും നല്ല പോലെ വെള്ളം ഒഴുകുന്നുണ്ട്. മഴ ഇത്തിരി മാറി നിന്ന കാരണം ഇപ്പോൾ ഇത്തിരി കുറവാണ് ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാറമട എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു പാറമടയാണ്, കാണിച്ചു തരാം. എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ലാത്ത പാറമട കേട്ടാ. കണ്ട വെള്ളം നിറഞ്ഞ് കിടക്കാണ് ഇവിടെ. പാറയിലേക്കൊക്കെ കയറുമ്പോൾ സൂക്ഷിച്ച് കയറണം, ഇല്ലെങ്കിൽ വഴുക്കി വെള്ളത്തിൽ കിടക്കും. ഇതാണ് ഒരു ചെറിയൊരു പാറമടയാണ് ഉണ്ടാകും. അങ്ങോട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് കയറാൻ എനിക്ക് പറ്റാത്താരനാണ്. കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ വഴുക്കി കഴിഞ്ഞാൽ മോന്തടിച്ച് വീണ് കഴിഞ്ഞാൽ നല്ല ഭംഗിയാവും മുഖം. അപ്പോൾ അത് കാരണം ഞാനിങ്ങോട്ട് കയറുന്നില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ് നിങ്ങൾക്ക്. ഇതൊരു ചെറിയൊരു പാറമട കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതേ കണ്ട, അടിപൊളി സൈറ്റാണ്. പാറമട കാണാത്തവരുണ്ടെങ്കിൽ കാണാം ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ പാറമട. എന്താ നല്ലൊരു സീനറിയാണ് ഇവിടെ. ഒരു നമുക്ക് റീൽസൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. യെസ്, ചേച്ചി വരുന്നുണ്ട്. അതിലേക്ക് വീണ് കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല. അടിപൊളി സൈറ്റാണ്. അങ്ങനെ ചേച്ചിയുടെ പ്രോഗ്രാം കാര്യങ്ങളും തുടങ്ങിയിട്ടാ. ചെറിയൊരു റീൽസും കാര്യങ്ങളൊക്കെ ചേച്ചി എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൂസ് വെള്ളത്തിൽ കളിച്ചു തുടങ്ങി. കാരണം അവനാണ് ഏറ്റവും കൂടുതൽ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് വാശി പിടിച്ചായിരുന്നത്. നല്ല പോലെ കരച്ചിലും കാര്യങ്ങളും ആയിരുന്നു. എപ്പോഴാണ് പോവാന്ന് പറഞ്ഞു എൻ്റെ പിന്നാലെ നിന്ന് മാറിയിട്ടില്ല അവൻ. പിന്നെ കീർത്തന പറഞ്ഞു ഒന്ന് കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു. പിന്നെ മഴക്കാലത്തല്ലേ ഇതുപോലുള്ള വെള്ളം ഇങ്ങനെയൊക്കെ വരണതൊക്കെ കാണാൻ പറ്റുള്ളൂ. വേനൽക്കാലത്ത് വന്നിട്ട് ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ. ഇത് കാരണം ഞാൻ വീണ്ടും വരാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ആദ്യം ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ഇപ്പോൾ വെള്ളം കൂടിയപ്പോൾ നമ്മളൊന്നുകൂടി വന്നതാണ് കേട്ടോ. അതെ, അങ്ങനെ നമ്മൾ മുകൾ ഭാഗത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പാറയൊക്കെ നനഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒരു കാലൊന്ന് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴുക്കും. നേരെ നമ്മൾ താഴത്തുണ്ടാവും, അല്ലെങ്കിൽ നിലത്ത് മുഖടിച്ച് വീണ് കഴിഞ്ഞാൽ നല്ല ഭംഗിയാവട്ടെ നമ്മുടെ മുഖം ഒക്കെ കാണാൻ.
അങ്ങനെ ദേ നമ്മൾ കാനേക്കൂടെ വെള്ളം വരുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇതിങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് ഇങ്ങനെ ചെറിയൊരു വെള്ളച്ചാട്ടം ആക്കിയേക്കാണ്. വേനൽക്കാലത്ത് ഇത്രയും വെള്ളം കുറവായിരുന്നു കേട്ടോ. നമുക്ക് നമ്മളൊരു വട്ടം വന്നപ്പോൾ അത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല. പക്ഷെ മഴക്കാലത്ത് നമ്മൾ വന്നപ്പോൾ അടിപൊളിയാണ്. ഇനിയും മഴ പെയ്യുകയാണെങ്കിൽ ഇവിടെ വെള്ളം കൂടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു ആ ചേട്ടൻ. അപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു മട കാണാൻ വന്നേക്കാണ് കേട്ടോ. ഞാൻ അപ്പൂശ അങ്ങോട്ട് പോക്കോ ഞാനത് കാണിച്ചു തരാം അങ്ങോട്ട് പോക്കോ. ഞാനിപ്പോൾ അതെ ഒരു മടയിലേക്കാണ് കേട്ടോ എത്തിയാണ്. മട കാണാത്തവരുണ്ടെങ്കിൽ വീണ്ടും എഗെയിൻ കാണാം. അത് പഴയതിൽ മടയിൽ വെട്ടാറില്ല എന്ന് പറഞ്ഞാൽ, പാറമടയിൽ കല്ലെടുക്കാറില്ല എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ മടയിൽ അധികം അങ്ങോട്ട് പോകാൻ എനിക്കൊരു ധൈര്യമില്ല. കണ്ടോ, ഇതൊക്കെ കല്ലൊക്കെ എടുത്തിട്ടുള്ള സ്ഥലമാണ് കേട്ടോ മട. കണ്ടോ, ശരിക്ക് ഇവിടെ ഇങ്ങനെ വിണ്ട് കിടക്കുന്നുണ്ട്. ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് പോവും നമ്മൾ. ഇതാണ് മട കേട്ടോ. മട മീൻസ് ഈ കല്ലൊക്കെ എടുക്കണത്, കരിങ്കല്ല് സാധനം വെട്ടിയെടുക്കുന്നതാണ്. അവിടെ അറ്റത്ത് ഇവിടെ കണ്ട കരിങ്കല്ലൊക്കെ വെട്ടി കോറിയാണ്, കോറി. അവിടുത്തെ ഹിറ്റാച്ചി കിടക്കുന്നുണ്ട്. വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. അവരവിടെ നിന്ന് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അച്ഛൻ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ ധ്യാനം ഇങ്ങനെ പോയിട്ട് അത് ആ സൈഡ് കാണിക്കാൻ എന്തുകൊണ്ട് ആ സൈഡിലേക്ക് പോവാം. നമ്മളെന്തായാലും ഇപ്പോൾ ഇനി അപ്പുറത്തെ ഏരിയയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കീർത്തുവിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട് കൂടെ. അപ്പോൾ അച്ഛനെ അറിയാം, ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അറിയാം. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഞങ്ങളെ ഞാൻ കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് ഞങ്ങൾ ഒരു വട്ടം ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ അധികം ഈ ഭാഗത്തേക്ക് വന്നില്ല. നമ്മൾ വെള്ളത്തിൽ കളിച്ച് നേരെ അങ്ങനെ പോവുകയാണ് ചെയ്തത്. പ്രാവശ്യം നമ്മൾ ആ കോറിയുടെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് വെള്ളമൊക്കെ ഒലിച്ച് വരുന്നതുണ്ട്. അതെ കണ്ട, കനാലിമരി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി മടയുടെ ഉള്ളിലേക്കാണ് കയറാൻ പോണത്. ഇപ്പോൾ 1-2 വണ്ടികളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കല്ലൊക്കെ എടുത്ത് പോയിന്ന് പറഞ്ഞു. അത് കാരണം നമ്മൾ അവിടെ ഇറങ്ങിയ ഭാഗത്ത് അധികം വഴുക്കലില്ല. നമുക്ക് കാണാം. അതൊക്കെ കോറിയിലെ വെള്ളം കേട്ടോ. കല്ലൊക്കെ കാണാം അങ്ങനെ. ഗായ്സ്, അപ്പോൾ നമ്മൾ ഒരു കരിങ്കൽ കോറിയുടെ ഏകദേശം ഒരു ഭാഗത്തേക്ക് എത്തിയേക്കാണ്. ഇനി കുറച്ചും കൂടിയും ഉള്ളിലേക്ക് പോകാനുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ നിന്നിട്ട് കാണാമെന്ന് വിചാരിച്ചു. നമ്മൾ ജസ്റ്റ് ഒന്ന് കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം അച്ഛനും അമ്മയും കണ്ടിട്ടൊന്നുമില്ല ഇങ്ങനത്തെ കരിങ്കൽ കോറിയും കാര്യങ്ങളും. അപ്പോസൊന്നും കണ്ടിട്ടില്ല. ഇതെന്താണ് സ്ഥലം എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, കരിങ്കല്ലൊക്കെ പൊട്ടിച്ച് നമ്മുടെ വീട് പണിക്കും കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന സ്ഥലമാണ്. ഇവിടുന്നാണ് കല്ല് കൊണ്ടുവരിക വീട്ടിലേക്ക് നമ്മുടെ, അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാണ് കേട്ടോ വീട്ടിലേക്ക്. ഞാനും അച്ഛനും ഉണ്ട് ബാക്കിൽ. വേണ്ട, അച്ഛൻ വീഴുന്നു. എന്നാവും അച്ഛൻ വീഴാൻ പോയി. എന്നായി വരിക നോക്കിയിട്ട് കാല് വെച്ചായി. വെള്ളം നല്ല പോലെ ഒഴുക്കുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ കീർത്തുവിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. ഇപ്പോൾ ഏകദേശം ഒരു 4 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ മഴയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ മിന്നുമണി ഇത് എവിടെ ഇരിക്കുന്നുണ്ട്. മിന്നെന്താ എവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കാറിൽ. പിടിക്കടാ
അവര് അവിടെ അച്ഛനമ്മയും കീത്തോടെ ഒരു ദിവസം നമ്മള് ഇവിടേക്ക് വന്നതാണ് കേട്ടോ. പിന്നെ ടാറ്റ പറഞ്ഞോളാം. ടാറ്റ. ഇഞ്ചക്ഷൻ മരുന്നിട്ടാ നന്നായി കേട്ടാ. സംഗതി കുഴപ്പമില്ല. പിന്നെ എവിടേക്ക് പോവാ? എവിടേക്ക് പോണേ? അച്ഛൻ്റെ പൊക്കോളാം. മുന്നോട്ടോളാം. ടാറ്റ. പോവാ. ടാറ്റ. ആ വയ്ക്കാം. പോവാ. പോവാ. തല കൊടുക്കണ്ടായില്ലേ? അങ്ങനെ ഞങ്ങള് ഇനി കുളങ്ങാട്ടേരേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അല്ലേ? അല്ലടാ അപ്പച്ച കൊറേ നേരം പോവാന്ന് പറഞ്ഞു നടന്നാ ഡ്രൈവിങ്ങിലാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. ഇപ്പോൾ അതെ കുറച്ച് നേരമായിട്ടുള്ളൂ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുട്ടീനെ കാണാൻ ആഗ്രഹമായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു. പ്രസവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അച്ഛനും അമ്മയും ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവർക്കും മുടക്കായ കാരണം, മഴയായ കാരണം, കുട്ടികൾക്കൊക്കെ മുടക്കമുള്ള കാരണം നമ്മൾ അവിടെ പോയി കുട്ടീനെ കണ്ടു. എല്ലാവരും ഒരു ദിവസം അവിടെ താമസിച്ച് എൻജോയ് ചെയ്തിട്ടാണ് നമ്മളവിടെ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.